Now we are going to discuss different types of motion based on our previous knowledge. Magnetic force in a direction, electric field in a direction. ഇതെല്ലാം കൂടി വെച്ചിട്ടാണ് നമ്മൾ ഇനി അങ്ങോട്ട് സൈക്ലോട്രോൺ, സൈക്ലോയിഡ് ഇങ്ങനെയുള്ള ഡിഫറെന്റ് ഫിനോമിനകളെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം. So first we will discuss about what is a cyclotron. Since the Lorentz force is perpendicular to both V and B, the path of the charged particle when it moves perpendicular to the field is circular in a plane perpendicular to the magnetic field. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഇലക്ട്രിക് ഫീൽഡിനും മാഗ്നറ്റിക് ഫീൽഡിലും മൂവ് ചെയ്യുമ്പോൾ അതിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് അതിന്റെ വെലോസിറ്റിക്കും മാഗ്നറ്റിക് ഫീൽഡിനും പെർപെൻഡിക്കുലർ ആയിരിക്കും. കൺസിഡർ എ ചാർജ് Q മൂവിംഗ് വിത്ത് എ വെലോസിറ്റി V perpendicular to the field B which points towards the plane of the paper. So consider a plane and remember that this is the direction of magnetic field. What this means? This means the magnetic field is moving into the paper. പേപ്പറിന്റെ അകത്തേക്കാണ് പോകുന്നത്. ഫോർ എക്സാമ്പിൾ അതിന് ഓർക്കാൻ വേണ്ടി ട്രെയിനിന്റെ ബാക്ക് സൈഡ്, ഈ ട്രെയിൻ നമ്മളിൽ നിന്ന് ദൂരേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞതുപോലെ ഈ പ്ലെയിനിന്റെ അകത്തേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നത് എന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ക്രോസിന്റെ ഡയറക്ഷൻ കൊടുത്തേക്കുന്നത്. സോ കൺസിഡർ എ പോയിന്റ് ചാർജ് Q and this is the different axis and the Q is moving perpendicular to V. അപ്പോൾ ഓർത്തിരിക്കുക, മാഗ്നറ്റിക് ഫീൽഡ് ഇൻടു ദി പേപ്പർ ആണ്, നമ്മൾ കാണുന്ന സ്ക്രീനിന്റെ അകത്തേക്കാണ് പോകുന്നത്. അതേസമയം സ്ക്രീനിന് പാരലൽ ആയിട്ട് മുകളിലേക്കാണ് ആര് പോകുന്നത്? പാർട്ടിക്കിൾ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഓർത്തിരിക്കുക, ഈ വെലോസിറ്റി കമ്പോണന്റും ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും എന്താണ്? പെർപെൻഡിക്കുലർ ആയിട്ടാണ്. സോ when a charged particle moving perpendicular to the magnetic field, what will happen? The force will always try to move this charged particle in a circular path. അത് നമുക്ക് ഓർമ്മ വേണം. അപ്പോൾ നമുക്ക് ഫ്ലെമിംഗ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഫിംഗറുകളെ അഡ്ജസ്റ്റ് ചെയ്യണം. എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം? ഇവിടെ നമുക്കിപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ അറിയാം, അതെങ്ങോട്ടാണ്? ഇൻ ടു ദി പേപ്പർ ആണ്. അപ്പൊ നമ്മളുടെ ഫിംഗർ എങ്ങനെ മാറ്റണം? നമ്മുടെ ഫിംഗറിലെ തമ്പ് ഫോഴ്സ് ആണ്, ഫോർ ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡ് ആണ്, മിഡിൽ ഫിംഗർ കറണ്ട് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഫോർ ഫിംഗറിനെ നമ്മളുടെ പ്ലെയിനിലേക്ക് മുട്ടിക്കണം. കാരണം എന്താണ്? പ്ലെയിനിൽ നിന്നും അകത്തേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നത്. അപ്പൊ നമ്മുടെ ഫോർ ഫിംഗറിനെ പ്ലെയിനിൽ മുട്ടിച്ചു. എങ്ങനെ വെച്ചതിന് ശേഷം ഈ മൂന്ന് ഫിംഗറും മ്യൂച്വലി പെർപെൻഡിക്കുലർ വെച്ചതിന് ശേഷം നമ്മുടെ ഫോർ ഫിംഗർ പ്ലെയിനിൽ മുട്ടിച്ചു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ കൈ ചെറുതായിട്ട് ആന്റി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മിഡിൽ ഫിംഗർ ആരുടെ ഡയറക്ഷനിലേക്ക് വരും? വെലോസിറ്റിയുടെ ഡയറക്ഷനിലേക്ക്. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ തമ്പിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ലെഫ്റ്റിലേക്കായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ ലെഫ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയാണ് ഫോഴ്സിന്റെ ഡയറക്ഷൻ. സോ when a charged particle is moving perpendicular to the magnetic field, there is a force, that is magnetic force will experience towards the left side. So what happened? This charged particle moving to upper side with a slight deflection towards the left side. എന്തുകൊണ്ട്? മാഗ്നറ്റിക് ഫോഴ്സിന്റെ ഡയറക്ഷൻസ്. അങ്ങനെ ആ ചാർജ്ഡ് പാർട്ടിക്കിൾ കുറച്ച് മുന്നോട്ട് പോയി. അവിടെയും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അതെങ്ങനെയാണ്? അതും പെർപെൻഡിക്കുലർ. അപ്പോൾ ആ പെർപെൻഡിക്കുലർ, ഫോർ എക്സാമ്പിൾ ഇവിടെ നിന്ന് കുറച്ച് ഇവിടം വരെ എത്തി. ഇവിടെ എത്തുമ്പോൾ എല്ലാ സ്ഥലത്തും ടുവേഴ്സ് സെന്ററിലേക്കായിരിക്കും. ഇവിടെ നമ്മൾ നമ്മുടെ ഫിംഗർ ഉപയോഗിച്ചുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ വെലോസിറ്റി ഇപ്പോൾ ഇവിടെ ഇങ്ങോട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ സർക്കുലാർ പാത്തിലേക്കായിരിക്കും ഓരോ സമയത്തും ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത്. ഈ ഒരു പാത്ത്. അപ്പോൾ ചാർജ്ഡ് പാർട്ടിക്കിൾ എവിടെയാണെങ്കിലും ഇഫ് ദിസ് കമ്പോണന്റ് velocity component is perpendicular to the magnetic field, there is a force towards the center. അപ്പോൾ അങ്ങനെ ഡിസ്ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു സെൻട്രൽ ഒരു സർക്കുലാർ മോഷനിൽ മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ദ റേഡിയസ് ഓഫ് ദി സർക്കുലർ പാത്ത് ഡിപ്പെൻഡ് അപ്പോൺ വെലോസിറ്റി ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ഈസ് ഗിവൺ ബൈ mv²/r is equal to qvb that we already discussed, that we may know. From that equation we can find a momentum P is equal to mv which is equal to qbr. It is known as cyclotron formula and the motion of the charged particle is known as cyclotron motion. അപ്പോൾ ഇങ്ങനെ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിന്
പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ അതൊരു സർക്കുലർ പാത്തിലേക്കായിരിക്കും മൂവ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുന്ന മോഷനാണ് വി ആർ നോൺ ആസ് സൈക്ലോട്രോൺ മോഷൻ. ഇറ്റ് ഈസ് ദി പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ദി വർക്കിംഗ് ഓഫ് എ സൈക്ലോട്രോൺ. സൈക്ലോട്രോൺ ഒരു പാർട്ടിക്കിൾ ആക്സിലറേറ്റർ ആണ്. If the direction of the charged particle is not exactly perpendicular to the magnetic field, the velocity can be resolved into two components. നമ്മൾ നേരത്തെ സ്ലൈഡിൽ പറഞ്ഞത് വെലോസിറ്റിയും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആയിരുന്നു. ഇവിടെ അനദർ കേസും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്, വേർ ദി വെലോസിറ്റി ഈസ് നോട്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ ടു ദി മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ അങ്ങനത്തെ കേസിൽ എങ്ങനെ ഉണ്ടാവും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദിസ് ഈസ് ദി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് which is into the plane ആണ്. ട്രെയിനിന്റെ ബാക്ക് ബോഡിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ ഈ പ്ലെയിനിന്റെ അകത്തേക്കാണ് ഇവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ കടന്നു പോകുന്നത്, as we discussed earlier. അപ്പോൾ കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ പറഞ്ഞത് ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ വെലോസിറ്റി കമ്പോണന്റ്, വെലോസിറ്റിയുടെ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ആയിരുന്നു. എന്നാൽ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു അറ്റ് ആൻ ആംഗിൾ തീറ്റയാണ്. സോ വി ക്യാൻ റിസോൾവ് ദിസ് വെലോസിറ്റി കമ്പോണന്റ് ഇൻറ്റു ടു കമ്പോണന്റ്. ഒന്ന് മുകളിലേക്കും ഒന്ന് ലെഫ്റ്റിലേക്കുമാണ്. അപ്പൊ നിങ്ങൾ ശരിക്കും ഓർത്തിരിക്കുകയാണെങ്കിൽ ഈ വെലോസിറ്റി ഡയറക്ഷൻ ഇങ്ങനെ ആയതുകൊണ്ട് ഈ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇൻറ്റു ദി പേപ്പറിലേക്കായിരിക്കും. അപ്പോൾ ഇതായിരിക്കും ശരിക്കും പെർപെൻഡിക്കുലർ കമ്പോണന്റ്. ഈ ലെഫ്റ്റിലേക്ക് ഞാൻ ഇവിടെ വരച്ചത് ശരിക്കും ഇൻറ്റു ദി പേപ്പറിലേക്കായിരിക്കും. അപ്പോൾ അവിടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും ഈ റിസോൾവ് ചെയ്ത ഡയറക്ഷനും പാരലൽ ആയിരിക്കും. അത് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ വൺ perpendicular to the field and the other parallel to the field. One perpendicular is this one. One parallel is this one. ഫിഗറിൽ നിങ്ങൾ മേ ബി ഓർത്തിരിക്കുന്നത് പെർപെൻഡിക്കുലർ ആണെന്ന് ഓർത്തിരിക്കും. പക്ഷേ ഇതിന്റെ ശരിക്കുള്ള ഡയറക്ഷൻ ഇൻറ്റു ദി പേപ്പറാണ്. കാരണം ഇത് ഇങ്ങനെയാണല്ലോ ഇരിക്കുന്നത്. സോ ഡ്യൂ ടു ദി പെർപെൻഡിക്കുലർ കമ്പോണന്റ് ദി ചാർജ്ഡ് പാർട്ടിക്കിൾ ഡിസ്ക്രൈബ് എ സർക്കുലർ പാത്ത് as we discussed earlier. When a magnetic field direction is perpendicular to the velocity, the charged particle will revolve in a circular path. But the parallel component remains unaffected by the field. അപ്പോൾ പാരലൽ ആയതുകൊണ്ട് നമ്മൾ ഇക്വേഷൻ ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അത് ഒരിക്കലും മാഗ്നറ്റിക് ഫീൽഡിനെ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡുമായി ബന്ധപ്പെട്ട സംഭവത്തെ അത് ഡിപ്പെൻഡ് ചെയ്യത്തില്ല. അതിന്റെ മുകളിൽ യാതൊരു എഫക്റ്റും ഉണ്ടാവുകയില്ല. Thus, the particle has a circular motion in a plane perpendicular to the field and a linear motion parallel to the field. Magnetic fieldന്റെ perpendicular component മൂലം the particle will always follow through a circular motion, whereas the parallel component of the magnetic field will result the particle in a linear motion. അപ്പോൾ അതുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡ് വെലോസിറ്റി കമ്പോണന്റും പെർപെൻഡിക്കുലർ അല്ലാത്തത് കൊണ്ട് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലും പാരലൽ ഡയറക്ഷനിലും വെലോസിറ്റിക്ക് രണ്ട് കമ്പോണന്റ് ഉള്ളത് കൊണ്ടും ഈ രണ്ട് കമ്പോണന്റിന്റെയും റിസൾട്ടന്റ് ആയിട്ട് ദി പാർട്ടിക്കിൾ വിൽ മൂവ് ഇൻ എ ഹെലിക്കൽ പാത്ത്. സോ that is, the particle moves along a helix. The shape of the helical path is like a stretched string. We will see a video where the B represents the magnetic field and V represents the velocity. There is an angle between magnetic field and V. Since there is an angle between magnetic field and velocity, we can resolve the velocity component through two directions. First along magnetic field and the second is along in upper direction. So the upper direction will have a perpendicular component and along B, that is parallel component. ഇപ്പോഴുള്ള വെലോസിറ്റിനെ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിലും അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് രണ്ടായിട്ട് റിസോൾവ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് കമ്പോണന്റ് കിട്ടും. ഈ രണ്ട് കമ്പോണന്റുമാണ് ഈ ഹെലിക്കൽ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ this is the two resultant component. One is V parallel, which is along the direction of magnetic field. Second is V perpendicular, that is perpendicular to the magnetic field. First, we will discuss the perpendicular component. So this is the perpendicular component with the magnetic field. So when a particle moves in a perpendicular to the magnetic field, what happened? We discussed earlier that when a particle moves in a perpendicular magnetic field, the particle move in a circular path. സർക്കുലർ പാത്തിന്റെ പ്ലെയിൻ ഈ മാഗ്നറ്റിക് ഫീൽഡിന്
പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. ഇപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ നമ്മൾ പച്ച കാണിച്ചാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിനിലായിരിക്കും ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്യുക ഡ്യൂ ടു ദി പെർപെൻഡിക്കുലർ കമ്പോണന്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. സിമിലർലി വി ഹാവ് ദി സെക്കൻഡ് കമ്പോണന്റ് ദാറ്റ് ഈസ് പാരലൽ കമ്പോണന്റ്. നമ്മൾ ആദ്യം ഈ മുകളിലേക്കുള്ള കമ്പോണന്റ് ആയ പെർപെൻഡിക്കുലർ കമ്പോണന്റ് ആണ് ഡിസ്കസ് ചെയ്തത്. അതുമൂലം പാർട്ടിക്കിൾ സർക്കുലർ പാത്തിലാണ് റിവോൾവ് ചെയ്തത്. രണ്ടാമത്തെ കമ്പോണന്റ് ആയ പാരലൽ കമ്പോണന്റ് മൂലം മാഗ്നറ്റിക് ഫീൽഡിന് യാതൊരു എഫക്റ്റും ഉണ്ടാവുകയില്ല. ഇക്വേഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ there will be no effect when a particle is moves parallel to the magnetic field, but it will deflect the path in the way that the two component, one is parallel and perpendicular, will constitute a helical structure. This is the perpendicular motion and the second one is parallel motion. The superposition of these two motion will make the particle in a helical path. ഇങ്ങനെ when a particle is moves with an angle with the magnetic field, trajectory of be in a helical structure. Thank you.